എല്ലാവർക്കും അല്പസമയം അവിടെ ഇരിക്കും. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ഗുരുതുല്യരും പിതൃതുല്യരുമായി ബഹുമാനിക്കുന്ന ഏറ്റവും വന്യരായ പി എം ജോൺ ഗോർബിസ്കോപ്പ്, വന്യനായ തോമസ് മുട്ടുവേൽ ഗോർബിസ്കോപ്പ്, ഇടവകയുടെ വികാരി വന്യനായ സിജോച്ചൻ, എനിക്ക് വാത്സല്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. അനുഗ്രഹീതമായ ഈ ദേവാലയത്തിലായിരിക്കുവാനും പരിശുദ്ധ ബലി അർപ്പിക്കുവാനും സംബന്ധിക്കുവാനുമായിട്ടൊക്കെ നമ്മൾക്ക് ഓരോരുത്തർക്കും തന്ന വലിയ കൃപയെ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മളൊക്കെ പല പല ദേവാലയങ്ങളിൽ കടന്നു പോകുന്നവരാണ്. പ്രത്യേകിച്ച് അമ്പനാട് സെൻറ് ജോർജ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം 2 കുടുംബങ്ങൾ മാത്രമുള്ള ഒരു കൊച്ചു ദേവാലയം. പരിശുദ്ധ സഭയുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ അല്പമായി അകന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നതിൽ നല്ല ശതമാനം ആളുകളും പല സ്ഥലങ്ങളിലായി കടന്നു വന്നവരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ദേവാലയത്തിൽ ഞാനും കടന്നു വരുന്നത് ആദ്യമായിട്ടാണ്. താഴെയുള്ള നെടുമ്പാറ പള്ളിയിൽ കഴിഞ്ഞ വർഷത്തെ പെരുന്നാളിന് വന്നത് പ്രാർത്ഥനയോട് ഓർക്കുകയാണ്. പുനലൂർ തെങ്കാശി റോഡിൽ കൈതുരുട്ടിയിൽ നിന്ന് 10-18ഓളം കിലോമീറ്റർ ദൂരം ഉള്ളറയിലൂടെ യാത്ര ചെയ്ത് ഏകാന്ത സ്ഥലങ്ങളിലൂടെ, എസ്റ്റേറ്റ് റോഡുകളിലൂടെ, വളരെ ദുരിതത്തിലൂടെ, നല്ല റോഡ് പോലും ഇല്ലാതെ, സുരക്ഷിതത്വം പോലും ഇല്ലാതെ ആളുകൾ ഇവിടേക്ക് കടന്നു വരുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു വലിയ സ്പർശനം, ഒരു സ്വരം, ഒരു അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. 2 അംഗങ്ങൾ മാത്രമേ ഉള്ളുവെങ്കിലും പരിശുദ്ധ സഭയുടെ ഭാഗമായി ശക്തിയോടെ പ്രതിസന്ധികളിലും നിലനിൽക്കുന്ന, സഭയുടെ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ആ 2 കുടുംബാംഗങ്ങളെയും ദൈവസന്നിധിയിൽ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു കാലത്ത് ഈ എസ്റ്റേറ്റുമായിട്ട്, അമ്പനാട് എസ്റ്റേറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, ഇവിടെ നിൽക്കാതെ പിന്നീട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ, ജോലിയിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞപ്പോൾ മറ്റ് പല സ്ഥാനങ്ങളായി ഇവിടെ നിന്നുള്ളവർ മാറ്റപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും 5 ഞായറാഴ്ചയുള്ള വരുന്ന മാസങ്ങളിൽ ആ 5ാമത്തെ ഞായറാഴ്ച ഇവിടെ ബലി ഇപ്പോഴും അർപ്പിക്കപ്പെടുന്നു. അനേകരുടെ നിലവിളികൾ ഉയരുന്നു. പ്രധാനപ്പെട്ട പെരുന്നാളുകൾ കൊണ്ടാടുന്നു എന്നുള്ളത് ഒരു വലിയ അനുഭവമാണ്. ഈ ഒരു മലയുടെ ഈ ചെറിയ ഭാഗം, ഈ ഉച്ചിയിലൊരു ചെറിയ ഭാഗം മാത്രമേ പരന്നു കിടപ്പുള്ളൂ. അവിടെ സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചു ദേവാലയത്തിൻ്റെ ചുറ്റുവട്ടത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗർത്തങ്ങളുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഒരു മലയുടെ അടിവാരത്തിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ഫീലിങ്ങും നമുക്കുണ്ടാകുന്നുണ്ട്. എങ്കിലും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവ് പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും കൂടി വളരെ പ്രതിസന്ധിയുള്ള, പ്രയാസമുള്ള, ദുർഘടമായ ആ മറുരൂപ മലയിലേക്ക്, താബോർ മലയിലേക്ക് കടന്നു ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായൊരു അനുഭവമുണ്ട്. എല്ലാം മറന്നുകൊണ്ട്, തനിക്ക് കൂടാരം വേണ്ട, തങ്ങൾക്ക് കൂടാരം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് ഒന്ന് കർത്താവിനും മോശയ്ക്കും ഏലിയായ്ക്കുമായി സമർപ്പിച്ച ഒരു സമർപ്പണത്തിൻ്റെ അനുഭവമുണ്ട്. എല്ലാം മറന്ന്, ചുറ്റുവട്ടങ്ങളെ ഓർക്കാതെ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ തക്കവണ്ണം വെമ്പുന്ന ഒരു അനുഭവമുണ്ട്. യഥാർത്ഥത്തിൽ ഈ അമ്പനാട് പള്ളിയിലായിരിക്കുമ്പോഴും ആ ഒരു അനുഭവം തന്നെയാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. പഴയകാലത്തും അനേകം പിതാക്കന്മാർ ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ളവരോട് സഭയ്ക്കും പിതാക്കന്മാർക്കും പ്രത്യേക സ്നേഹമായിരുന്നു. ഒരു തവണയാണെങ്കിലും അന്നത്തെ കാലത്ത് പിതാക്കന്മാരൊക്കെ കടന്നു വന്നത് എത്ര ദുർഘടമായ പാതകൾ താണ്ടിയായിരിക്കും. വാഹനങ്ങളില്ലാതെ, ഒരു ഇരുചക്ര വാഹനം പോലും ഇല്ലാതെ, മറ്റ് സാഹചര്യങ്ങളില്ലാതെ അവർ പ്രത്യേകിച്ച്
കാപ്പായുമൊക്കെ ചുമന്ന് ആ പെട്ടിയൊക്കെ ചുമന്നുകൊണ്ട് ഇവിടം വരെ കടന്നു വരണമെന്നുണ്ടെങ്കിൽ, രോഗവും ദുഃഖവും ഒക്കെ നോക്കാതെ കടന്നു വരണമെന്നുണ്ടെങ്കിൽ അതിൽ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഭവമുണ്ട്. വന്യനായ ദിവംഗതനായ ദാനിയേലച്ചനെ പോലെയുള്ള പൂർവിക പിതാക്കന്മാരെ ഒരു നിമിഷം ഞാൻ പ്രാർത്ഥനയോടുകൂടി ഓർത്തു പോവുകയാണ്. ഇന്ന് നമ്മൾ വാഹനത്തിൽ വരുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് കടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പിതാക്കന്മാർ, അഭിനന്ദനായ ദിയസ്കോറോസ് തിരുമേനി ഉൾപ്പെടെയുള്ള, കാലം ചെയ്ത ദിയസ്കോറോസ് തിരുമേനി ഉൾപ്പെടെയുള്ള പിതാക്കന്മാർ ഇവിടെ ബലി അർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരൊക്കെ ഈ ദേവാലയത്തെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ആ അനുഭവങ്ങളെയൊക്കെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ ഏവൻഗേലിയോനുമായിട്ട് ബന്ധപ്പെടുത്തിയും അതോടൊപ്പം തന്നെ പെരുന്നാളുമായിട്ട് പെരുമനത്തിരുമേനിയുടെ പെരുന്നാളുമായിട്ട് ബന്ധപ്പെടുത്തിയും ചില കാര്യങ്ങൾ അല്പമായി പറഞ്ഞുകൊണ്ട് വാക്കുകളെ ഞാൻ ഉപസംഹരിച്ചു കൊള്ളാം. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം കാനോനികമായ നിയമപ്രകാരമുള്ള വായനയ്ക്കു വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള വേദഭാഗമാണ്. വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള വേദഭാഗം. പ്രത്യേകിച്ച് ഇന്നത്തെ ആഴ്ചയുടെ പ്രത്യേകത എലിസബത്തിന്റെ അടുക്കിലേക്ക് പരിശുദ്ധ കന്യകമർദ്ദമറിയാമിന്റെ യാത്രയുടെ ഞായറാഴ്ചയാണിന്ന്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ, ഈ ഞായറാഴ്ചകളിലൊക്കെ നമ്മൾ വായിക്കുന്ന ഏവൻഗേലിയോന്റെ ഒരു പ്രത്യേകത കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളിലേക്ക്, അതിനേക്കാൾ ഉപരി കർത്താവിൻ്റെ ദനഹാ പെരുന്നാളിലേക്ക് നമ്മളെ ഒരുക്കുവാൻ വേണ്ടിയുള്ള വേദഭാഗങ്ങൾ. അത് ഓരോന്നും ഘട്ടം ഘട്ടമായിട്ട് വായിക്കുകയാണ്. ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അതിങ്ങനെ വായിച്ചു പോകുകയാണ്. സംഭവങ്ങളുടേതായിട്ടുള്ള ആ സമയക്രമം അനുസരിച്ചുള്ള രീതികൾ, എന്തൊക്കെ സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കർത്താവിൻ്റെ ജനനത്തിന് മുൻപായിട്ട് നടന്നു, അതിനുള്ള ഒരുക്കമായിട്ട് നടന്നു, പടഹധ്വനികളായി നടന്നു എന്നുള്ള കാര്യം ഈ ഓരോ ആഴ്ചത്തെ വായനകളിൽ നമ്മൾ വായിക്കുന്നു. ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത് കന്യകമറിയാമിനോടുള്ള വചനിപ്പിന്റെ ഞായറാഴ്ചയാണ്. അതിനുശേഷം എലിസബത്തിന്റെ അടുക്കിലേക്ക്, അതായത് സെക്കരിയ പുരോഹിതന്റെ ഭാര്യയായ ആ കുടുംബത്തിൽ, എലിസബത്ത്, അതായത് ആ കുടുംബത്തിലേക്ക്, പുരോഹിതന്റെ കുടുംബത്തിലേക്ക് കന്യകമറിയാം യാത്രയാകുകയാണ്. പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയാം ഗർഭിണിയായി. ലോകത്തോട് പരിശുദ്ധാത്മാവിനാലാണ് ഞാൻ ഗർഭിണിയായതെന്ന് കേവലം പ്രായം വളരെ കുറഞ്ഞ ഒരു കന്യക പറഞ്ഞാൽ അത് വിശ്വസിക്കണമെന്നില്ല, അത് ഉൾക്കൊള്ളണമെന്നില്ല. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യം ഹൃദയത്തിൽ എപ്പോഴുമുണ്ട്, മനസ്സിൽ എപ്പോഴുമുണ്ട്. മറ്റൊന്നുമല്ല, കാരണം ചില കാര്യങ്ങൾ ലോകത്തോട് നമുക്ക് വ്യാഖ്യാനിച്ച് വിശകലനം ചെയ്ത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മളിലൊക്കെ ജീവിക്കുന്ന ജീവിതത്തിലുള്ള ചില പ്രത്യേകതകളാണ്. ഒരുപക്ഷെ ലോകം മൊത്തം നമ്മൾ തെറ്റുകാരാന്ന് പറഞ്ഞാലും മറ്റുള്ളവർ ചോദിക്കും, നിനക്ക് നാക്കില്ലേ, നിനക്കറിയത്തില്ലയോ, അത് തുറന്ന് പറഞ്ഞാൽ പോരെയോ, അതിങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോരെയോ. പക്ഷേ ചില സമയത്ത് അതൊന്നും പറ്റാതെ വരുന്ന ചില കാര്യമുണ്ട്. ലോകം കണ്ണടച്ച് വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, തെളിവുകളുണ്ട്, ആളുകളുടെ മൊഴികളുണ്ട്, ഇതെല്ലാം കടന്നു വരും. ഇവിടെ പരിശുദ്ധ കന്യകമർദ്ദമറിയാം കടന്നുപോയത് അത്തരത്തിലുള്ള ഒരു അനുഭവത്തില്ല. അന്നത്തെ ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞു കൊല്ലുവാൻ വിധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കന്യകമറിയാം കടന്നു പോകുന്നത്. അതായത് പിഴച്ചു പെറ്റവൾന്നുള്ള പേരിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള ന്യായപ്രമാണം മോശയ്ക്കും അഹ്റോനുമൊക്കെ കിട്ടിയത് ദൈവത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ആ ന്യായപ്രമാണം കൊടുത്തവനെ തന്നെ അവന്റെ വചനപ്രകാരം ഗർഭിണിയായി തീർന്ന ഒരു കന്യക നമ്മുടെ മുൻപിലുണ്ട്. അവൾക്ക് ആ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. നാട്ടുകാർ കണ്ടാൽ കല്ലെറിഞ്ഞുകൊള്ളൂ. പുരോഹിതന്മാരെന്ന് പറയുന്നത് ന്യായപ്രമാണം സംരക്ഷിക്കുവാൻ വിധിക്കപ്പെട്ടവരാ. പക്ഷേ അങ്ങനെ ന്യായപ്രമാണം വിധിക്കുവാൻ, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുവാൻ, അത് പ്രമാണിക്കുവാൻ, ശിക്ഷ നൽകുവാൻ തക്കവണ്ണം അധികാരമുള്ള ഒരു പുരോഹിതൻ, പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് നിയമപ്രകാരം ന്യായപ്രമാണ ശുശ്രൂഷ, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു പുരോഹിതൻ, ആ പുരോഹിതന്റെ അടുക്കിലേക്കാണ് യഥാർത്ഥത്തിൽ കന്യകമറിയാം, ആ ഭവനത്തിലേക്കാണ് ഓടിപ്പോകുന്നത്. ഇതിൽ നമുക്കൊരു വ്യതിരിക്തത തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കാരണം ശിക്ഷ വിധിക്കുവാൻ ചുമതലപ്പെട്ടവന്റെ അടുക്കിലേക്ക് ശിക്ഷാർഹയെന്ന് വിധിക്കപ്പെട്ടവളും സമൂഹം പറയുന്നവളുമായ ഒരുത്തി ഓടിപ്പോകുകയാണ്. പക്ഷെ ആ പുരോഹിതന്റെയും ആ കുടുംബത്തിന്റെയും ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ആ എലിസബത്തിന്റെയും ഒരു പ്രത്യേകത, അവർക്ക് ദൈവികമായ കണ്ണുണ്ടായിരുന്നു, ആത്മീകമായ ദർശനമുണ്ടായിരുന്നു.
ആത്മീകമായ ചിന്താധാരകളുണ്ടായിരുന്നു. അവർക്കൊരു കാര്യം ഉറപ്പാണ്, ഇവൾ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അവൾ ഗർഭവതിയായിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, അത് പരിശുദ്ധാത്മാവിനാലാണ്, ദൈവത്തിൻ്റെ നിയോഗത്താലാണ്. കാരണം അവിടെ പ്രായമുള്ള അമ്മച്ചി ഗർഭസ്ഥയായിട്ടിരിക്കുകയാണ്. പ്രായമായി അവൾക്ക് വെളിയിലോട്ട് നാട്ടുകാരെ കാണാൻ പറ്റത്തില്ല. ഇവർ രണ്ടുപേരും ഒരു പ്രത്യേകതയുള്ളവരാണ്. അതായത് ഒരാൾ പ്രായം കൂടിപ്പോയി ഗർഭവതി ആയതുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിലോട്ട് ഇറങ്ങാൻ പറ്റാതെ, ഒരു രീതിയിൽ പറഞ്ഞാൽ അല്പം ചമ്പലൊക്കെ പ്രാപിച്ച് അകത്ത് കഴിയുകയാണ്, ഉള്ളറയിൽ കഴിയുകയാണ്. എന്നാൽ ഈ കന്യകയാകട്ടെ 14 തികഞ്ഞിട്ടില്ല. അവൾ വളരെ ചെറുപ്പമാണ്. പ്രത്യേകിച്ച് അവളുടെ കൗമാര കാലഘട്ടത്തിൻ്റെ ആരംഭമാകുന്നതേ ഉള്ളൂ. അവളാണെങ്കിൽ മറയ്ക്കാൻ വേണ്ടി, ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടിച്ചെല്ലുന്നു. അപ്പം വളരെ കഷ്ടപ്പെട്ട് മലനാട്ടിലേക്ക്, എലിസബത്തിൻ്റെ വീട്ടിലേക്ക്, സെക്കരിയാവിൻ്റെ വീട്ടിലേക്ക് കന്യകമറിയാം ഓടിച്ചെല്ലുകയാണ്. ആ ഓടിച്ചെന്നപ്പോൾ കന്യകമറിയാം പറഞ്ഞ വാചകം വളരെ ശ്രദ്ധേയമാണ് കേട്ടോ. അതിൽ പ്രത്യേകിച്ച് പല വാക്കുകൾ പറയുന്നുണ്ട്. അതിലൊരു കാര്യം ഹൃദയംഗമായിട്ട് പറയുകയാണ്: എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്കെങ്ങനെ ഉണ്ടായി? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കൂ. അനേകം പുരോഹിതന്മാരെ കണ്ടവൾ, ഒരു വലിയ പുരോഹിതന്റെ സഹധർമ്മിണി, പരിജ്ഞാനമുള്ളവൾ, ആത്മാവിൽ നിറയപ്പെട്ടവൾ, അങ്ങനെ എല്ലാ രീതിയിലും ഔന്നത്യം പ്രാപിച്ച കന്യക, ഒരു വനിത ഇവിടെ പറയുകയാണ്, കേവലം ഒരു പെൺകൊച്ചിനെ കണ്ടപ്പോൾ പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അമ്മയോടുള്ള നമ്മളുടെ ഒരു വലിയ അനുഭവം അതാ. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായെന്ന് എലിസബത്ത് പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എൻ്റെ അമ്മയുടെ നാമം എൻ്റെ അധരത്തിൽ എടുക്കുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെയുണ്ടായി? എൻ്റെ അമ്മയെ ഓർക്കാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെയുണ്ടായി? അവളുടെ നാമത്തിൽ മധ്യസ്ഥത കഴിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെയുണ്ടായി? അതുകൊണ്ടാണ് നമ്മൾ പിതാക്കന്മാർ എഴുതി വച്ചേക്കുന്നത്, മറിയാമിൻ സ്മരണം വരദായകമാകാം തൽ പ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ട എന്ന് വെച്ചാൽ ഓർത്തോണം. ഈ വരം ലഭിക്കുക എന്നൊക്കെ പറയുന്നത് പണ്ട് പുരാതന കാലം തൊട്ട് പറയുന്നു, തപസ്സെടുക്കണം. പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ തപസ്സെടുത്തു. ഒറ്റക്കാലിൽ തപസ്സെടുത്തവരുണ്ട്, ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് തപസ്സെടുത്തവരുണ്ട്. ഇവിടെ പിതാക്കന്മാർ എത്ര നിഷ്കളങ്കമായി ലഘുവായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മയെ ഓർത്താൽ തന്നെ എന്താണ്? മറിയാമിനെ ഓർത്താൽ, അമ്മയെ സ്മരണം ചെയ്താൽ അത് തന്നെ വരദായകമായ അനുഭവമാണ്. അത് വരം പ്രാപിക്കുന്നതിനുള്ള അനുഭവമാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഓർത്തോണം, എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നവർ ആരെയും സ്നേഹിക്കും? അമ്മയും സ്നേഹിക്കും. എൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാൻ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഓർത്തോ, വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ തന്നെ, നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദിസ മുക്കിയ യൂഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനകളിൽ അമ്മയെ തലയായി നമ്മൾ കണ്ടുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നു. അമ്മയെ ഹൃദയംഗമായി സ്നേഹിക്കുന്നു. ലോകത്തിൽ ഒരു സഭാവിഭാഗങ്ങളും കൊടുക്കാത്ത രീതിയിലുള്ള ആദരവ് പൗരസ്ത്യ പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ അമ്മയ്ക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് അമ്മയെ സഹരക്ഷകയെന്നോ മറ്റോ പറഞ്ഞതുകൊണ്ടല്ല, ഈശോ മറിയാം യൗസേപ്പെ എന്ന് പറഞ്ഞുകൊണ്ടൊരു പുതിയ തൃത്വത്തെ സൃഷ്ടിച്ചുകൊണ്ടല്ല, അതിനേക്കാളൊക്കെ ഉപരിയായി അമ്മയ്ക്ക് കൊടുക്കേണ്ട വലിയ നാമം എപ്പോഴും മനസ്സിൽ എപ്പോഴും ഓർത്തോണം. നമ്മൾ മധ്യസ്ഥത യാചിക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, കൃപ നിറഞ്ഞ മറിയമ്മേ നിനക്ക് സമാധാനം. അമ്മ ഇവിടെ എലിസബത്ത് പറഞ്ഞ വാചകമാണ്. ദൈവദൂതൻ പറഞ്ഞു, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. ഇവിടെ പറയുന്നു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട്, അതായത് ദൂതന്റെ വാക്കും ഈ എലിസബത്തിന്റെ വാക്കുമൊക്കെയാണ് നമ്മൾ ഇങ്ങനെയാ കൃപ നിറഞ്ഞ മറിയമ്മേ എന്നുള്ള പ്രാർത്ഥനയിൽ അങ്ങോട്ട് ചെല്ലുന്നത്. അതിനുശേഷം പിതാക്കന്മാർ ആഡ് ചെയ്തു വെച്ചു, ശുദ്ധമുള്ള കന്യക മർദ്ദമറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. അതൊരു വലിയൊരു ചിന്തയാണ് കേട്ടോ. എല്ലാവരും ഹൃദയംഗമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോഴും എപ്പോഴും എന്ന് പറഞ്ഞു? അങ്ങനെ പറഞ്ഞാൽ പോരെയോ? പിന്നെ അവസാനം പറയുക ഞങ്ങളുടെ മരണസമയത്തും. സുറിയാനിയിൽ ലമൗത്താൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ ലമൗത്താൻ എന്ന് വെച്ചാൽ വെറും മരണസമയം എന്ന് മാത്രമല്ല കേട്ടോ. ജീവിതത്തിൽ ഗതികെട്ടാതെ അലയുന്ന സമയങ്ങളുണ്ട്. അതിന് 2 തലങ്ങളാണ് ഉള്ളത്.
ഒന്ന്, നിരാശപ്പെട്ടു പോകുന്ന അനുഭവമുണ്ട്, ആരും സഹായമില്ലാത്ത അനുഭവമുണ്ട്, വേദനകൾ അനുഭവിക്കുന്ന സമയമുണ്ട്, എല്ലാം മറന്നുപോകുന്ന അനുഭവമുണ്ട്, പ്രാർത്ഥിക്കാൻ പോലും മറന്നുപോകുന്ന അനുഭവമുണ്ട്. അങ്ങനെയുള്ള ഒരു സമയം. രണ്ടാമത് നമ്മളുടെ മരണസമയം, ജീവൻ വെടിയുന്ന സമയം. ഈ ജീവൻ വെടിയുന്ന സമയം എന്ന് വെച്ചാൽ ഓർത്തോ, ആ സമയത്ത് ദൂതന്മാർ വരും, ദൈവത്തിൻ്റെ ദൂതന്മാര്, സാത്താൻ്റെ ദൂതന്മാര്, എല്ലാവരും വരും. യൂദായിൽ പറയുന്നത് യഥാർത്ഥത്തിൽ മോശയുടെ ആത്മാവിന് വേണ്ടി പോലും ആര് അവകാശം ചോദിച്ചു? സാത്താൻ അവകാശം ചോദിച്ചു. അപ്പം നമ്മുടെ കാര്യമൊക്കെ പറയണോ? നമ്മൾ ഈ ജീവൻ വെടിയാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഈ എല്ലാം ഓർമ്മ പോകും, വെളിവ് പോകും, ശരീരത്തിൻ്റെ നിയന്ത്രണം പോകും, മലമൂത്ര വിസർജനങ്ങളൊക്കെ ഉണ്ടാകും. പിതാക്കന്മാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞ് പഠിപ്പിക്കുന്നത്? ആ സമയത്ത് പോലും അമ്മ ഞങ്ങളുടെ അടുക്കൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കണം എന്ന് ആലോചിച്ചോ. ദൂതനും എലിസബത്തും ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അതിനോട് ചേർന്ന് പിതാക്കന്മാർ ഹൃദ്യമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുക. മരണസമയത്ത് പോലും ഇനി ആരുമില്ലെങ്കിലും ആരുണ്ടാകണം? അമ്മയുണ്ടെന്ന് വെച്ചാൽ തൃത്വദൈവം നമ്മോടൊപ്പം എപ്പോഴും ഉണ്ട്. എൻ്റെ അമ്മ എന്നോടൊപ്പം നിന്ന് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കും. അതൊരു വലിയ പ്രാർത്ഥനയുടെ അനുഭവമാണ്. വീണ്ടും അതിൻ്റെ രണ്ടാം ഭാഗത്ത് അമ്മ പറയുന്ന ചില കാര്യങ്ങൾ ഒറ്റ വാക്കിൽ അത് പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയാണ്. കണ്ടാലും സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. എന്ന് വെച്ചാൽ അമ്മയുടെ മുൻപിൽ ഭാഗ്യമെന്ന് പറയാൻ ഒന്നും വരച്ച് കാണിച്ചിട്ടില്ല. ഒത്തിരി ദുരിതങ്ങളുണ്ട് കേട്ടോ. നാട്ടുകാർ കണ്ടാൽ കല്ലെറിഞ്ഞു കൊല്ലും. മറിയ എന്നവളല്ലേ എന്ന് പിന്നീട് സാക്ഷിച്ച ഒരു സമൂഹമുണ്ട്. എന്ന് വെച്ചാൽ അത്ര മോശക്കാരിയായി അമ്മയെ കണ്ട ഒരു സമൂഹമുണ്ട്. എന്നിട്ടും അമ്മ പറയുകയാണ്, തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, മുമ്പിൽ ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് ഒന്നും കാണാനില്ലെങ്കിലും അതിൻ്റെ അപ്പുറത്തുള്ള, അന്ധകാരത്തിൻ്റെ അപ്പുറത്തുള്ള, പൊടിപടലങ്ങൾക്ക് അപ്പുറത്തുള്ള, മേഘപടലങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു ഭാഗ്യത്തിൻ്റെ അവസ്ഥ അമ്മ കണ്ടു. നമ്മളൊക്കെ ഓർത്തോ, എല്ലാവർക്കും അമ്മയെ ഭാഗ്യവതി ഒന്നും വാഴ്ത്താൻ പറ്റത്തില്ല കേട്ടോ. ചിലരെ സംബന്ധിച്ച് അമ്മ എന്ന് പറയുന്നത് മൊട്ടത്തോടോ കർത്താവിനെ പ്രസവിച്ചു, അതോടെ അമ്മയുടെ പ്രാധാന്യം തീർന്നു, പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിൻ്റെ അപ്പുറമായിട്ടൊന്നും കാണാനില്ല, അതോടുകൂടി എല്ലാം അവസാനിച്ചു, അമ്മയ്ക്ക് പ്രസക്തിയില്ല. അവൾ പിന്നീട് വിവാഹം കഴിച്ചു, അവൾക്ക് മക്കളുണ്ടായി. പിന്നീട് പറയുന്നത് എങ്ങനെ? മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ പറയുന്നതിൻ്റെ തത്തുല്യ പരിഭാഷ എന്ന് പറയുന്നത്, ആദിജാതനെ പ്രസവിക്കും വരെ അവനവളെ അറിഞ്ഞില്ല എന്നേ ഉള്ളൂ കേട്ടോ. അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഓർത്തോണം, പിതാക്കന്മാർ പറയുന്നുണ്ട് അവൾ ആരാണെന്നും എന്താണെന്നും അറിഞ്ഞത് അതിനുശേഷമാണ്. അതുവരെ എല്ലാം പറഞ്ഞു, ദൈവദൂതൻ പറഞ്ഞു. പക്ഷെ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടതോടുകൂടി മനസ്സിലായി ഇത് മനുഷ്യൻ്റെ മുഖമല്ല, മനുഷ്യൻ്റെ സന്താനമല്ല, അവൾ പിഴച്ചതല്ല, അത്യുന്നതൻ്റെ മകനാണെന്ന് ജോസഫിന് മനസ്സിലായി. കർത്താവിനെ അടക്കിയെടുത്ത് ആരെയും വെച്ചിട്ടില്ല മുമ്പും പിമ്പും. അപ്പോൾ അവൻ കിടന്നിടത്ത് ജനിച്ചെടുത്ത് മറ്റൊരാളോട് ജനിച്ചു എന്ന് പറയുന്നത് എന്തൊരു വേദവിപരീതമാണ്. ഇന്നങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഓർത്തോണം, അമ്മയെ നമ്മൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഭാഗ്യവതി എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? അമ്മ ഒറ്റയ്ക്കല്ല പറഞ്ഞു, അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പരിശുദ്ധാത്മാവ് അവളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, കണ്ടാലും സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. നമ്മൾ ഇന്നിപ്പോഴും പാടുന്നുണ്ട്, മറിയാമേ നീ ഭാഗ്യവതി ഭാമിനിമാരിൽ അത്യുന്നതൻ താണു വന്നു വാണല്ലോ നിന്നിൽ. എന്താ പ്രിയമുള്ളവരെ ഇതിൻ്റെ അർത്ഥം? പരിശുദ്ധാത്മാവ് അമ്മയോട് പറഞ്ഞു, നീ പറ, നിന്നെ തലമുറ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇന്ന് നമ്മൾ അമ്മയെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൻ്റെ വഴുത്താരയിലും പരിശുദ്ധാത്മാവിൻ്റെ മണവും വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിലും തൃത്വാടിസ്ഥാനത്തിലും വിശ്വസിക്കുന്ന പ്രമാണവും പാരമ്പര്യവും പ്രാർത്ഥനയും ആരാധനയും എനിക്കും നിങ്ങൾക്കും ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്തോ പറയുന്നത്, മറിയ അമ്മേ നീ ഭാഗ്യവതി. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, ആ മണമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, സുഗന്ധമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അമ്മയെ ഭാഗ്യവതി എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മളുടെ പാരമ്പര്യം, മാർത്തോമായുടെ പൈതൃകം എന്ന് പറയുന്നത്, മാർത്തോമായുടെ പാരമ്പര്യം എന്ന് പറയുന്നത്, ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത്, പ്രഖ്യാപനം എന്ന് പറയുന്നത് സത്യവിശ്വാസ അടിസ്ഥാനത്തിലുള്ളതും വേദാടിസ്ഥാനത്തിലുള്ളതുമാണ്. അതുകൊണ്ട് ഒറ്റ വാക്കി ഓർത്താൽ മതി, അമ്മയെ ഓർക്കുന്നതും അമ്മയെ ഭാഗ്യവതി എന്ന് പറയുന്നതും നമുക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളും ഞാനും വേദപുസ്തകത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണെന്ന് പ്രഖ്യാപിക്കാനും കൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ പ്രിയമുള്ളവരെ, മുൻപിലുള്ള ദുഃഖങ്ങൾക്കപ്പുറമായി അകലെയുള്ള ഭാഗ്യാവസ്ഥയെ കാണണം.
അത് ആരെയും നശിപ്പിച്ചിട്ടല്ല, ആരുടെയും പിടിച്ചെടുത്തിട്ടല്ല. ഇന്ന് പലവിധമായ പ്രയാസങ്ങളൊക്കെ കാണും. ജീവിത സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ട്, ദാരിദ്ര്യം, കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്, മുമ്പിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് രോഗങ്ങൾ, സഹായിക്കാൻ ആരുമില്ലാത്തതിൻ്റെ പ്രതിസന്ധികൾ, വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, ബാങ്ക് നിക്ഷേപങ്ങളുടെ കുറവ്, കരുതാൻ ആരുമില്ലല്ലോ എന്നുള്ള പേടി, ഒന്ന് പള്ളിയിൽ പോലും പോകാൻ പറ്റത്തില്ല എന്നുള്ള നിരാശ, ജീവിതത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നതിനപ്പുറമായ ദുരിതങ്ങൾ, ഇതൊക്കെ നമുക്കുണ്ട്. നമ്മൾ ഓർക്കും, അയ്യോ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞെന്തോ കൊടുക്കും, അല്ലെ ഞാൻ കിടന്നു പോയാൽ എന്തോ കൊടുക്കും, എന്നെ ആര് കാണും, എന്നെ ആരെങ്കിലും ഓർക്കാനുണ്ടോ, കുഞ്ഞുങ്ങളില്ലെങ്കിൽ ആരാ എനിക്ക് വേണ്ടി ഒരു ധൂപപ്രാർത്ഥന നടത്തുന്നത്, അല്ലെങ്കിൽ എന്നെ ഓർക്കുന്നത് ആരാണ്, എന്നെ സഹായിക്കാൻ ആരെങ്കിലും കാണുമോ? എൻ്റെ വാത്സല്യമുള്ളവരെ, അമ്മയെ ഓർത്തുകൊണ്ടൊരു വലിയ സാക്ഷ്യം നടത്തുക. നിങ്ങൾക്കാരുമില്ലെന്ന് വെച്ചു, ഇപ്പോൾ ഇന്നത്തേക്ക് മാത്രമേ ജീവിക്കാനുള്ള സാഹചര്യമുണ്ടെന്ന് വിചാരിച്ചു, നാളെക്കുറിച്ച് വലിയ ഭീതിയുണ്ടെന്ന് വിചാരിച്ചു. എന്നാലും ദൈവമുഖത്തേക്ക് നോക്കുക. തലമുറകൾ എന്നെയും നിങ്ങളെയും ഭാഗ്യവാനും ഭാഗ്യവതി എന്ന് വാഴ്ത്താനുള്ള ചില ശേഷിപ്പുകൾ നമ്മൾ ശേഷിപ്പിച്ചിട്ട് പോകണം. പണമുണ്ട്, പത്രാസുണ്ട്, പ്രതാപമുണ്ട്, മക്കളൊക്കെ മിടുക്കരാണ്, ഉന്നത പദവികളിലൊക്കെ ആയെന്ന് ചിലർക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് തന്നെ അങ്ങ് ഓർക്കുമെന്ന് ചിന്തിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചു കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഭൗതികമായുള്ള നമ്മുടെ ശേഷിപ്പുകൾ കത്തിക്കാനുള്ള ഓട്ടത്തിലായിരിക്കും. ഒരു ഫോട്ടോ പോലും വയ്ക്കാൻ പലരും മറന്നുപോകും. എന്നാ മരിച്ചെന്ന് പോലും ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ മറന്നുപോകും. അത് വലിയവർ തൊട്ട് ചെറിയവർ വരെ. കല്ലറകൾ പോലും ആരും തിരിഞ്ഞു നോക്കാതെ വരും, എല്ലാം ഉണ്ടെന്ന് വിചാരിച്ചാലും, എല്ലാം ഉണ്ടെന്ന് പ്രതീക്ഷിച്ചാലും. എന്നാൽ ദൈവത്തിൽ ഭാഗ്യാവസ്ഥ കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും മുൻപിലില്ലെങ്കിലും ദൈവം ഓർക്കും. നമ്മളെ മനുഷ്യർ ഓർക്കുന്നത് എന്തിനാ പ്രിയപ്പെട്ടവരെ? മനുഷ്യർ മറന്നു പോയാലും ആര് നമ്മളെ ഓർക്കും? ദൈവം നമ്മളെ ഓർക്കും. ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ച് ഓർക്കേണ്ടവരെ കൊണ്ട് ഓർപ്പിക്കും. തലമുറകളില്ലാത്തവരെ ഇന്ന് ഓർക്കുന്നു, വംശങ്ങളില്ലാത്തവരെ ഓർക്കുന്നു, വിദ്യാസമ്പന്നരല്ലാത്തവരെ ഓർക്കുന്നു, അവരെ സമൂഹം ആഘോഷിക്കുന്നു. അതിൻ്റെ കാരണം അതാ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്നെ ഭാഗ്യവാനെന്ന് വാഴ്ത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്ന് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ഈ ദേവാലയം കൊണ്ടാടുകയാണല്ലോ. അങ്ങനെ ഓർത്തോ, ആ പുണ്യവാനെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ കൊണ്ടാടാൻ നേരിട്ട് ഒരു ബന്ധമില്ല. അദ്ദേഹത്തിന് മക്കളോ കൊച്ചുമക്കളോ ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരുപാട് സമ്പാദ്യം കൂട്ടിവെച്ചില്ല. എന്നെ ഓർക്കാൻ വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ഒന്ന് മാത്രമേ മരണത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ളൂ: ഞാൻ മരിച്ചാൽ എന്നെ ഇന്ന സ്ഥാനത്ത് അടക്കണമെന്ന് പറഞ്ഞു. ഞാൻ മരിച്ചാൽ കാലം വിട്ടു കഴിഞ്ഞാൽ എന്നെ ഇന്ന സ്ഥാനത്ത് അടക്കണം. അത് അദ്ദേഹത്തിൻ്റെ നേട്ടത്തിന് വേണ്ടിയല്ല. ആ അടക്കപ്പെട്ട സ്ഥാനം ഇന്ന് സഭയ്ക്കും സമൂഹത്തിനും ദുരിതം അനുഭവിക്കുന്നവർക്കും ഒന്നുമില്ലാത്തവർക്കുമൊക്കെ ഒരു വലിയ നിധിയായിട്ട് മാറ്റപ്പെട്ടേക്കുക. സമാധാനം നഷ്ടപ്പെട്ടവരുടെ ഒരു ആശ്രയമായി മാറ്റപ്പെട്ടേക്കുക. നിരാശയിലായവർക്ക്, പ്രാർത്ഥന മറന്നുപോയവർക്ക് പ്രാർത്ഥന ഓർപ്പിക്കുന്ന ഒരു അനുഭവമായി ആ സ്ഥാനം മാറ്റപ്പെട്ടേക്കുകയാണ്. ഇന്നും നമ്മൾ പരിശുദ്ധനായ പരിമല തിരുമേനി അദ്ദേഹം ആരോടും പറഞ്ഞില്ല, എന്നെ പരിശുദ്ധനെന്ന് വിളിക്കണമെന്ന് ആരോടും പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കൽപ്പനകളും ഒക്കെ പറയുന്നത് ഞാൻ പാപിയാകുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിലുണ്ടായിരുന്ന കൽപ്പനയിൽ പോലും തൻ്റെ ബലഹീനതയെ ഉയർത്തി കാണിക്കുകയാണ്. ഒരിക്കൽ പോലും ഞാൻ പരിശുദ്ധനാണെന്ന് പറഞ്ഞില്ല. ബലഹീനനും പാപിയുമാണെന്ന് ഓരോ ആരാധനയിലും സാക്ഷിച്ച പിതാവിനെ സമൂഹം ഇന്ന് പരിശുദ്ധനെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ സാക്ഷ്യമാണ്. ഇവിടെ കന്യകമറിയാം ഉയർത്തി കാണിച്ച സാക്ഷ്യം പോലെ ആ ഭാഗ്യാവസ്ഥ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിച്ചത് 55 വയസ്സ് തികച്ച് ജീവിച്ചില്ല. ഇന്ന് 110 വയസ്സ് ജീവിച്ചാലും ഒരു ദിവസം പോലും ഓർക്കാൻ ആരുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ 54 വർഷം കഷ്ടിച്ച് ജീവിച്ച ഒരു വ്യക്തിയെ ഇന്ന് 123 വർഷം കഴിഞ്ഞിട്ടും പിന്നെയും ആൾക്കാർ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഓർത്തോ, നവംബർ 2-ാം തീയതിയാണ് പിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ. ആ ദിവസം കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം പിന്നിടുകയ. ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഒരു മാസമായി കഴിഞ്ഞു. അപ്പൊ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിന്നെയും വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ അനുഭവങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ കൊണ്ടാടാൻ നവംബർ 2 വേണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ നവംബർ മാസം വേണമെന്നൊന്നുമില്ല. അതിങ്ങനെ വീണ്ടുകൊണ്ടിരിക്കുകയാണ്.
ആ പിതാവിനെ ഓർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ഹൃദയംഗമായിട്ട് ഓർക്കണം. ഇന്നും നമ്മൾ എല്ലാ പ്രഭാത നമസ്കാരത്തിലും നമ്മൾ പാടുന്നുണ്ട്, ഇന്നും പാടി. പരിമലമാർ ഗ്രിഗോറിയോസ് ദീവന്യാസ്യോസ് ഇവരൊപ്പം നാഥാദേവാ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. നമ്മളെപ്പോഴും നമ്മുടെ ഒരു വിശ്വാസം ഇതാ. അവസാന ഘട്ടത്തിലേക്ക് ഞാൻ പ്രവേശിക്കുക. വചനത്തിൻ്റെ നമ്മൾ ആവർത്തിച്ച് പറയുന്ന പിതാക്കന്മാർ പറഞ്ഞത് അതാ. എന്തെങ്കിലും തരണം, എന്തെങ്കിലുമൊക്കെ എത്തിക്കണം, രോഗം മാറ്റണം, ദുഃഖം മാറ്റണമെന്ന് മാത്രമല്ല. പരിമലമാർ ഗ്രിഗോറിയോസ് പിതാവിനോടും ദീവന്യാസോസ് പിതാവിനോടുമൊപ്പം എൻ്റെ ദൈവമേ നിന്റെ സ്തുതി പാടാൻ ഞങ്ങൾക്ക് യോഗ്യത നൽകണം എന്ന് വെച്ചാൽ ഒരു കാര്യം ആലോചിച്ചോണം. അതിൽ 2 കാര്യങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഒന്നാമത് അവരുടെ സ്തുതിയുടെ പ്രത്യേകത. ആ സ്തുതിയിൽ സത്യവിശ്വാസത്തോടെയുള്ള സ്തുതിപ്പുകളുണ്ട്, സത്യവിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയുണ്ട്, സത്യവിശ്വാസത്തോടെയുള്ള സ്നേഹമുണ്ട്, സത്യവിശ്വാസത്തിൻ്റെ കാതലുണ്ട്, ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ സമർപ്പണമുണ്ട്. അപ്പം അവർ സ്തുതിച്ച സ്തുതിപ്പ്. രണ്ടാമത് ആർക്കാണ് സ്തുതി അർപ്പിച്ചത് അവനെ മനസ്സിലാക്കണം. ഇന്ന് ഈ പുണ്യവാനെ ഓർക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അറിയേണ്ടതാ. നമ്മളൊക്കെ ദൈവമേ ദൈവമേ എന്നൊക്കെ പറയും. ആരെ ആരാധിക്കുന്നു, അവനെ എങ്ങനെ ആരാധിക്കണം? മാലാഖമാർ ഭക്തിപൂർവ്വം ആരാധിക്കുന്നവനെ നമുക്ക് മഹത്വപ്പെടുത്താമെന്ന് പറയുമ്പോൾ അവരെ ആരാധിച്ചതുപോലെ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. അതായത് ഈ പിതാക്കന്മാർ പറഞ്ഞു തരുന്നത് അവരാരാധിക്കുന്ന രീതിയിൽ പരിശുദ്ധ കന്യകയോടൊപ്പം, വിമലന്മാരോടൊപ്പം, വിശുദ്ധന്മാരോടൊപ്പം ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നിങ്ങളും ഞാനും തയ്യാറാവുകയാണെങ്കിൽ അത്ഭുതങ്ങൾ അവിടെ നടക്കും. ജീവിതം രക്ഷപ്പെടും. ജീവിതത്തിനൊരു വലിയ വെളിച്ചമുണ്ടാകും, സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ആ സന്തോഷത്തിൻ്റെ അനുഭവം കരഗതമാക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. പ്രത്യേകിച്ച് എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.